നമസ്കാരം. എല്ലാവർക്കും ഈ ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭാരതീയ ന്യായ സംഹിതയെ പറ്റിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സിവിൽ പോലീസ് ഓഫീസർ, WCPO, പോലീസ് ഡ്രൈവർ എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും 20 മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ്. പരീക്ഷയുമായി സംബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് പുതിയൊരു മാറ്റങ്ങളൊക്കെ വന്നു. നമ്മൾ ആ ഒരു മാറ്റത്തിൽ ഭാരതീയ ന്യായ സംഹിതയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ അടുത്ത പാർട്ടിലേക്കാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി 3 ഭാഗങ്ങൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത 4ാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. വൃത്തിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് എഴുതി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പുസ്തകം വെച്ച് പഠിക്കുന്നതിനും ആ ഒരു ഭാഗത്ത് നിന്നും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൂടെ എടുക്കുക. ചോദ്യങ്ങൾ ഒരിക്കലും ഈ പുസ്തകത്തിൽ വരുന്ന അതേ രീതിയിലുള്ളതായിരിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിന് നമ്മളുടെ ഒരു ചിന്താശക്തിയും കൂടെ ഉണ്ടായിരിക്കണം. ഇത് ഏതാണ് എന്ന് ചിന്തിച്ച് ആ വകുപ്പുകൾ ഏതാണെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരണം. അത് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമ്മൾ നേടിയെടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനെ നമ്മുടെ കയ്യിലേക്ക് ഒതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഞാൻ നിങ്ങളോടൊപ്പം ഈ ലേണിൽ നിന്നും സൂരജാണ്. നമുക്ക് ഇന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 5ാമത്തെ അധ്യായത്തെ പറ്റിയാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഭാരതീയ ന്യായ സംഹിതയുടെ ചാപ്റ്റർ 5 എന്തിനെ പറ്റി പറയുന്നു? ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളെ പറ്റി BNS എന്തു പറഞ്ഞിരിക്കുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് പതുക്കെ ഇതങ്ങ് പഠിച്ചു പോകാവുന്നതാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, എളുപ്പമൊന്ന് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞ് ഇതേപോലെ ചോദിക്കണമെന്നില്ല. വേറെ രീതിയിൽ എല്ലാം നമ്മൾ മനസ്സിലാക്കി കൂടി വെക്കുക കേട്ടോ. അവർക്ക് വേറെ രീതിയിൽ അത് ചോദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അധ്യായം 5 പറയുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളും ആ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷകളെ പറ്റിയൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന അധ്യായം 5, ചാപ്റ്റർ 5. അപ്പോൾ 1ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകാം. 1ാമത്തെ സെക്ഷൻ 65 എന്താണെന്ന് നോക്കിയ റേപ്പാണ്, ബലാത്സംഗമാണ്. എന്താണ് ബലാത്സംഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ BNSന്റെ സെക്ഷൻ 65 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബലാത്സംഗം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കുറേയധികം വാർത്തകളായിട്ട് എല്ലാ വർഷവും എല്ലാ മാസവും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ രീതിയിലൊക്കെ കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ച ബലാത്സംഗ കേസുകളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബലാത്സംഗം എന്ന് നമുക്ക് നോക്കാം. എന്താണ് ബലാത്സംഗം എന്ന് നോക്കിയാൽ, ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായി, അവളുടെ ഇച്ഛയ്ക്കെതിരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതമില്ലാതെ, എതിർപ്പ് അതിനൊരിക്കലും സമ്മതമില്ലാതെ, അവളുടെ സമ്മതമില്ലാതെ ആ സ്ത്രീക്ക് വേണ്ടപ്പെട്ട, നോക്കിയേ, ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിക്കെതിരായി അവളുടെ സമ്മതമില്ലാതെയോ, അപ്പൊ 2 കാര്യം നോക്കിക്കോണം. ഇച്ഛാശക്തി, യാതൊരു വിധത്തിലും താല്പര്യം ഇല്ല, ഒരു തീരെ മാനസികമായിട്ട് തന്നെ എതിരാണ് ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സമ്മതമില്ലാതെ. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ സ്ത്രീക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും കൊല്ലുമെന്നോ, അതായത് മരണപ്പെടുത്തുമെന്നോ, കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീയുടെ സമ്മതം എടുത്തുകൊണ്ട് ലൈംഗികപരമായിട്ട് നേട്ടമുണ്ടാക്കുന്നത് എന്തിന് കീഴിൽ വരുന്നതാണ്? ബലാത്സംഗത്തിന് കീഴിൽ വരുന്നതാണ്. ഭയപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീയുടെ സമ്മതം നേടിയെടുത്തുകൊണ്ട് ചെയ്യുന്നതും. പിന്നെ നോക്കി അടുത്ത ഭാഗം പറയുന്ന നോക്കി, മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കൊടുത്ത് സ്വബോധം നഷ്ടപ്പെടുത്തി. നോക്കി, മയക്കുമരുന്നോ മറ്റു എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ സമ്മതം നേടിയെടുത്ത് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ലൈംഗികപരമായിട്ടുള്ള വീഴ്ചയിൽ ഏർപ്പെടുന്നു. അതും ഏതിന്റെ കീഴിൽ വരുന്നു? ഈ പറയുന്ന ബലാത്സംഗത്തിന്റെ കീഴിൽ വരുന്നു. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചിത്തഭ്രമമുള്ള ആൾക്കാർ, മാനസിക നില തകരാറിലുള്ള ഒരാളെ അയാളുടെ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ആ സമ്മതം നേടിയെടുത്ത് ചെയ്ത് സ്ത്രീയെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കുന്നതും എന്തിന്റെ കീഴിൽ വരുന്നു? ബലാത്സംഗത്തിന്റെ കീഴിൽ വരുന്നെന്ന് ഓർത്തിരിക്കുക. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു സ്ത്രീയുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും കൊല്ലുമെന്നോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്
എവിടെ വരുന്നു, ഈ ബലാത്സംഗത്തിന് അതിൽ വരുന്നു. പിന്നെയും പറയാം, എന്താണ്, ലഹരി പദാർത്ഥങ്ങളോ മറ്റോ കൊടുത്ത് ആ ഒരു പെൺകുട്ടിയുടെ സമനില, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് അങ്ങനെ സമ്മതം നേടിയെടുക്കുന്നു. പിന്നെ ചിത്തഭ്രമം, മാനസിക നില തകരാറിലായിട്ടുള്ള ഒരാളെ, സ്ത്രീയെ എന്ത് ചെയ്യുന്നു, സമ്മതം നേടിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും എന്തിൻ്റെ കീഴിൽ വരുന്നു, ബലാത്സംഗത്തിൻ്റെ കീഴിൽ വരുന്നു എന്നത് ഓർത്തു വെച്ചിരിക്കുക. ഇതാണ് ബലാത്സംഗം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഒരു ചിന്താശക്തിയിൽ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ആ കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചിരിക്കും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത എന്താണെന്ന് നോക്കിയേ, സെക്ഷൻ 64 വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇത്. സെക്ഷൻ 64 നമ്മൾ നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ശിക്ഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശിക്ഷകൾ എത്രമാത്രമുണ്ട്, ഏതൊക്കെ വകുപ്പിലാണ് ഈ ശിക്ഷകൾ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ സെക്ഷൻ 64 ഓർത്തിരിക്കുക. ബലാത്സംഗത്തിനുള്ള ശിക്ഷയാണ്. എന്താണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലാത്സംഗം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എത്ര വർഷത്തിൽ കുറയാത്ത ശിക്ഷ നൽകുന്നു, 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ ആകാവുന്നതുമായ കാലത്തേക്ക് കഠിന തടവിന് വിധിക്കുന്നു. നോക്കി, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ആകാവുന്ന കഠിന തടവ്. കഠിന തടവെന്ന് നമുക്കറിയാലോ. എന്താണ് കഠിന തടവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം. ജയിലിലെ എല്ലാ പണികളും ചെയ്യേണ്ടതാണ്. അവിടെ ചുമ്മാ പോയി കിടക്കാൻ പറ്റത്തില്ല. എത്ര നാൾ അവിടെ ഉണ്ടോ അത്രയും നാൾ ജയിലിലെ മുഴുവൻ പണിയും ചെയ്ത് അവിടെ കഴിയുന്നതിനെയാണ് നമ്മൾ കഠിന തടവ് എന്ന് പറയുന്നത്. ആ കഠിന തടവും ചെയ്യേണ്ടി വരുന്നു. കൂടാതെ എന്ത് നൽകേണ്ടി വരുന്നു, പിഴയും നൽകേണ്ടി വരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്നതാണ്. കൂടാതെ എന്താണ്, കഠിന തടവിനാണ് വിധിക്കുന്നത്. എന്ത് തടവിനാണ്? കഠിന തടവിനാണ് വിധിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തോണം, ഇതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, പിഴ ശിക്ഷയും കൂടെ ലഭിക്കാവുന്നതാണ്. കണ്ടല്ലോ സംഭവം, നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 10 വർഷത്തിൽ കുറയാത്തതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ജീവപര്യന്തം വരെ ആകാവുന്നതാണ്, കഠിന തടവാണ്. കൂടാതെ എന്താണ്, 10 വർഷം പിഴ കൂടി ലഭിക്കുന്നതാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനകത്തിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. പഠിച്ചല്ലോ, മനസ്സിലായല്ലോ. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെക്ഷൻ 65 ആണ്. എന്താണ് 65 എന്ന് നമുക്ക് നോക്കാം. 65 പറയുന്നു, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യുന്ന ബലാത്സംഗത്തിനുള്ള ശിക്ഷ. അതായത് നമ്മുടെ പോക്സോ ആക്ട് ഒക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ പ്രതിപാദിക്കാം. അത് ഇപ്പോഴും നമ്മുടെ BNS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ നോക്കിയേ, 16 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. അതായത് 16 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്തു, ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് സെക്ഷനിൽ വരുന്നു, 65 വരുന്നു. നമുക്കിപ്പോൾ അറിയാം അത് പോക്സോയ്ക്കകത്തും വരുമെന്ന് നമുക്കറിയാം. കൂടാതെ 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിനെ പറ്റിയും പറയുന്നു. അതാണ് പ്രത്യേക സാഹചര്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 16ഉം 12ഉം വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പറ്റി പ്രതിപാദിക്കുന്നു. അവരെ എന്ത് ചെയ്യുന്നു, ബലാത്സംഗത്തിന് ഇരയാക്കി കഴിഞ്ഞാൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോക്സോ ചിന്തിക്കരുത്. ഈ BNSലെ 65 ആണ്. ഏതാണ്? BNSലെ സെക്ഷൻ 65 ഓർത്തിരുന്നോണം. ഇനി ഇതിനെ പറ്റിയുള്ള ശിക്ഷകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അത് എവിടെയാ പറയുന്നത് നോക്കി, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ ചെലവഴിക്കേണ്ട രീതിയിലുള്ള എന്ത് നൽകുന്നു, ജീവപര്യന്ത തടവ് നൽകുന്നതാണ്. എങ്ങനത്തെ തടവായിരിക്കും? കഠിന തടവ് തന്നെയായിരിക്കും. ഏത് തടവായിരിക്കും? കഠിന തടവ് തന്നെയായിരിക്കും. യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. നോക്കിയേ, 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവിതകാലം മുഴുവൻ അവിടെ കിടക്കേണ്ട രീതിയിലുള്ള ജീവപര്യന്തവും ജീവപര്യന്തവും കഠിന തടവും നൽകുന്നു. കൂടാതെ പിഴയും നൽകണം എന്ന് പറയുന്നു. ഇനി നോക്കിയേ, 12 വയസ്സിൽ താഴെയാകുമ്പോൾ എന്ത് ലഭിക്കാം? മരണശിക്ഷ, വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായിട്ട് പറയുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, 16 വയസ്സിൽ താഴെയാണെങ്കിൽ എന്താണ് പറയുന്നത്? 20 വർഷം മിനിമം, 20 വർഷത്തിൽ കൂടുതലാകാം. അത് ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ചെയ്ത വ്യക്തിയുടെ, പ്രതിയുടെ ജീവിതകാലം മുഴുവൻ എവിടെ അനുഭവിക്കണം? ജയിലിൽ കിടക്കണം. അത് എങ്ങനത്തെ തടവായിരിക്കും? അത് കഠിന തടവ് കൂടിയാണെന്ന് നമ്മൾ ചിന്തിച്ച് ഓർത്തു വെച്ചിരിക്കുക.
കൂടാതെ എന്തും കൂടെ ലഭിക്കുന്നു, പിഴയും കൂടെ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, 16 വയസ്സിന് താഴെയുള്ള ആള്. 12 വയസ്സിൽ താഴെ ആകുമ്പോഴത്തേന് എന്ത് തന്നെയായിരിക്കും, മരണശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. മരണശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ. അതായത് ഇത്രയുള്ള സംഭവം നമ്മൾ ഈ പറഞ്ഞ മിനിമം 20 പിന്നെന്താണ്, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവൻ എന്തുകൂടെ കിട്ടാവുന്നതാണ്, വധശിക്ഷ വരെ കിട്ടാവുന്നതാണ് 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ എന്ത് ചെയ്യുമ്പോൾ ബലാത്സംഗം ചെയ്യുന്ന പ്രതിക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയോ, സെക്ഷൻ 66 അടുത്ത വകുപ്പാണ് സെക്ഷൻ 66. ഈ വകുപ്പുകളെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഒരിക്കലും മറക്കല്ലേ. കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് മരണം സംഭവിക്കുകയോ ജീവച്ഛവമായി മാറ്റുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ ഓർത്തി നോക്കിക്കേ, ബലാത്സംഗം ചെയ്യുന്ന ഒരു സ്ത്രീ, ആ പെൺകുട്ടി അങ്ങ് മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് ജീവച്ഛവമായിട്ട് തുടരുകയാണ്, അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ഇന്നാളെ സുരേഷ് ഗോപി, ബിജു മേനോനൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ കണ്ടായിരുന്നല്ലോ, വെന്റിലേറ്ററിൽ കുട്ടി ഇങ്ങനെ കിടക്കുന്നതല്ലേ, എന്തായിരുന്നു സിനിമയുടെ പേരെന്ന്, ഗരുഡൻ തോന്നുന്നു, അതെ ഗരുഡൻ. അപ്പോൾ ആ ഗരുഡൻ എന്ന് പറയുന്ന ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി എന്താണ്, ജീവച്ഛവമായിട്ട് ഏത് നിമിഷവും മരിച്ചു പോകാം, പക്ഷേ ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, പ്രതിക്ക് കിട്ടുന്ന കുറ്റശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് സെക്ഷൻ 66 ഓർത്തിരുന്നോണം. അപ്പോൾ നോക്കാം എന്താണ് 66 പറയുന്നത് നോക്കിയോണേ. 20 വർഷത്തിൽ കുറയാത്തതും, മിനിമം എത്രയാണ്, 20 വർഷത്തിൽ കുറയാത്തതും, പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതുമായ, ഇനി അവൻ എത്ര നാൾ ജീവിതമുണ്ടോ, അല്ലെങ്കിൽ ആ മരിക്കുന്നത് എത്ര നാളാണോ അത്രയും നാൾ എവിടെ കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടതുമായിട്ടുള്ള തടവ് എന്ന രീതിയിൽ ജീവപര്യന്തത്തോളമാകുന്നതുള്ള കഠിന തടവും പിഴയും ലഭിക്കുന്നു. അത്രയേ ഉള്ളൂ. ജീവപര്യന്തം എന്നിവിടെ ശിക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ ജീവിതകാലം മുഴുവൻ എവിടെ കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഓർത്തിരുന്നോളാം. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ജീവച്ഛവമാവുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്ന പ്രതിക്ക് കിട്ടുന്ന ശിക്ഷ മിനിമം 20 വർഷവും അല്ലെങ്കിൽ ജീവപര്യന്തവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ള കഠിന തടവുമാണ് കിട്ടുന്നത്. കൂടാതെ എന്തും കൊടുക്കേണ്ടി വരും, പിഴയും നൽകേണ്ടി വരും, അല്ലെങ്കിൽ വധശിക്ഷ കിട്ടാവുന്നതുമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോടതിക്ക് ഈ ഒരു സെക്ഷൻ പ്രകാരം എന്ത് നൽകാവുന്നതാണ്, കുട്ടി മരിച്ചു പോയി കഴിഞ്ഞു, ആ സ്ത്രീ മരിച്ചുപോയി, വധശിക്ഷ നമുക്കറിയാലോ, ഒരു മരണം പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ചെയ്യുന്ന വ്യക്തിക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളാണെന്ന് ഓർത്തോണം, നോൺ വെയിലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സെക്ഷൻ 66 നമ്മൾ കഴിഞ്ഞു. ഇനി നോക്കിയേ 67, സെക്ഷൻ 67. ഇതെല്ലാം അടുപ്പിച്ചിങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് പഠിച്ചു പോകാൻ എളുപ്പമല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോണം, ആദ്യം പഠിച്ചത് രണ്ടാമത് വരുമ്പോഴത്തേക്ക് മറന്നു പോകല്ലേ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിലും കൂടെ നിങ്ങൾ പഠിച്ചു നോക്കണം. ഇതാണ് സംഭവം. പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ ചോദിക്കുമ്പോൾ അവിടെ ആലോചിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു നോക്കണം. സെക്ഷൻ 67, വേർപിരിഞ്ഞ് കഴിയുന്ന സമയത്ത്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ IPCയുടെ പോലീസിന്റെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന സെക്ഷൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കഴിഞ്ഞൊക്കെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അല്ലേ. കഴിഞ്ഞ 2 പരീക്ഷ, ഡ്രൈവറിന്റെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത സിലബസിനകത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു, മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ സെക്ഷൻ മാറി. അപ്പോൾ നോക്കി, വേർപിരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഭർത്താവായിരുന്ന വ്യക്തി തന്റെ ഭാര്യയുമായിരുന്ന വ്യക്തിയുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ, അതിനെ പറ്റിയാണ് ഈ സെക്ഷൻ 67 പറയുന്നത്. നോക്കിയേ, വേർപിരിഞ്ഞ് കഴിയുന്ന സമയത്ത്, അത് നിയമപരമായിട്ടാകാം അല്ലാതെയോ, വേർപിരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഭർത്താവ് തന്റെ സ്ത്രീയുമായിട്ട് എന്ത് ചെയ്യുന്നു, ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ തന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പറയുന്നു സെക്ഷൻ 67. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്, കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കും ഇവിടെ പറയുന്നത്, ഈ സെക്ഷൻ പ്രകാരം കുറ്റം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എത്ര വർഷത്തേക്ക് കിട്ടുന്നു, 2 വർഷമാണ്. എത്രയാണ്, 2 വർഷത്തേക്കാണ് ഇവിടെ കിട്ടുന്നത്. 2 വർഷത്തേക്കുള്ള ശിക്ഷയാണ്. 2 വർഷം കുറയാതെയും, എന്നാൽ എത്ര വർഷം വരെയാണ്, 7 വർഷം വരെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. 2 മുതൽ 7 വരെയാണ് എന്ത് കിട്ടുന്നത്, ശിക്ഷ കിട്ടുന്നതായിട്ട് ആലോചിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും വരെ തടവ് ശിക്ഷയും ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എളുപ്പമല്ലേ ആ ഒരു സെക്ഷൻ. ഇത്രയും നമ്മൾ സെക്ഷൻ പഠിച്ചു വന്നതിൽ ഏറ്റവും കുറവായിട്ടുള്ള ഒരു എന്ത് കിട്ടുന്നു, ശിക്ഷ കിട്ടുന്ന അല്ലെങ്കിൽ തടവ് കിട്ടുന്ന ഒരു വകുപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. എത്രയാണ്, 2 വർഷം മുതൽ 7 വർഷം വരെ. ആർക്കാണ്, അപ്പോൾ വേർപിരിഞ്ഞ് കഴിയുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക.
ഇനി നമുക്ക് അടുത്തടുത്തിലേക്ക് പോകാം. സെക്ഷൻ 68. സെക്ഷൻ 68 നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സെക്ഷനാണ്, നന്നായിട്ട് പഠിച്ചു വെക്കണം. അധികാര സ്ഥാനത്തുള്ള ഒരാൾ നടത്തുന്ന ലൈംഗിക വീഴ്ച. അപ്പോൾ അധികാര സ്ഥലത്തിരിക്കുന്ന സെക്ഷൻ 68 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന, വേറെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ നോക്കി, സെക്ഷൻ 68 എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനത്ത് ഉള്ള ഒരാൾ നടത്തുന്ന ലൈംഗിക വീഴ്ച. അധികാര സ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പബ്ലിക് സർവൻറ്റോ അല്ലെങ്കിൽ സ്ത്രീകളുമായോ കുട്ടികളുമായോ ബന്ധമുള്ള സ്ഥാപനത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചകളെ പറ്റി പറയുന്നു. അതായത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ ജയിലിലെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ആ സ്ത്രീ അവിടുത്തെ തടവുകാർ ആയിട്ടും എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. ഗവൺമെന്റ് ഓർഫണേജ്, അങ്ങനത്തെ ഓർഫണേജിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ അഗതി മന്ദിരത്തിന്റെ അങ്ങനെയുള്ള സ്ഥലത്ത് അധികാര ചുമതലയിലിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുമ്പോൾ ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ലൈംഗിക വീഴ്ചകളെ ഏർപ്പെടുന്ന ആ ഒരു ശിക്ഷയെ പറ്റി, അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 68. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. എന്താണെന്ന് നോക്കിയേ, അധികാര സ്ഥാനത്തിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ആയി ബന്ധപ്പെട്ട, ഇപ്പൊ സ്കൂളുകൾ എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ അധികാര ചുമതലയിരിക്കുന്ന വ്യക്തി, ഓർഫണേജ്, അതേപോലെ നമ്മുടെ ഹോസ്റ്റലുകൾ, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അധികാര ചുമതലയിരിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ ജയിൽ വാർഡന്മാരുണ്ടല്ലോ, അപ്പോൾ ജയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന അധികാരത്തിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ അവിടെയുള്ള സ്ത്രീകളുമായിട്ട്, അവിടുത്തെ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു, ലൈംഗിക വീഴ്ചയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ അവിടേക്ക് ശ്രമിക്കുന്നു. അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68. സംഭവം മനസ്സിലായല്ലോ. ഞാൻ 2 വട്ടം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം ഓർത്തോണം. അധികാരത്തിലിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് തലപ്പത്ത് വലിയ രീതിയിലൊക്കെ ഉള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള, കുട്ടികളായിട്ടൊക്കെ ബന്ധമുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ലൈംഗിക വീഴ്ചയെ പറ്റി പറയുന്നതാണെന്ന് എന്നത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്തതായിട്ട് പറയുന്നത്. നോക്കിയേ, സെക്ഷൻ 68 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ സെക്ഷൻ 68 പ്രകാരമുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. എത്ര നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5 വർഷത്തിൽ കുറയാത്തതും, അപ്പോൾ 5 to എത്രയാണ്, 10 വരെ ഉള്ളതായിട്ടുള്ള കഠിന തടവാണ് ലഭിക്കുന്നത്. നോക്കിയേ, കഠിന തടവും പിഴയും ലഭിക്കുന്നു. 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള കഠിന തടവും കൂടാതെ എന്ത് ലഭിക്കുന്നു, പിഴ ശിക്ഷയും ലഭിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 68 എന്ന് പറയുന്ന വകുപ്പ്. ആ ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തി കിട്ടുന്നത്. ഇത് എന്ത് കിട്ടത്തില്ലായിരിക്കും, ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്. എന്ത് കിട്ടത്തില്ല, ഇത് ജാമ്യം അനുവദിക്കാത്ത കുറ്റം കൂടിയാണെന്ന് ഓർത്തിരിക്കും. അപ്പോൾ സെക്ഷൻ 68 കണ്ണും പൂട്ടി പറഞ്ഞോളാം. അധികാര സ്ഥാനത്തിരിക്കുന്നത്, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ചുമതല വഹിക്കേണ്ട ചില സ്ഥാപനങ്ങളുടെ അധികാര ചുമതലയിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ലൈംഗിക വീഴ്ച നടത്തുമ്പോൾ പറയുന്ന വകുപ്പ് സെക്ഷൻ 68. സ്കൂളുകൾ ഓർക്കുക, ഓർഫണേജ്, ജയില്, അങ്ങനത്തുള്ള സ്ത്രീകളും ഓർഫണേജ്, പിന്നെ എന്താണ് ഈ പറയുന്ന അഗതി മന്ദിരങ്ങൾ, ഇവിടെയൊക്കെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ അതിനെപ്പറ്റി പറയുന്നു സെക്ഷൻ 68 എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാവുന്നതാണ്. സെക്ഷൻ 69. സെക്ഷൻ 69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം, സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓർത്തു വെച്ചേക്കുക. തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരാൾ ബലാത്സംഗം കുറ്റം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കുറ്റമായിട്ട് പരിഗണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും ഇത് ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ നോക്കിയേ, വഞ്ചനാപരമായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാർത്ത കൂടിയാണ് അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടത്. വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ള ഒരു പരാതി, എന്നിട്ട് പറ്റിച്ചിട്ട് പോയി എന്നൊക്കെ ഉള്ള വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. അതുപോലെ തന്നെ നോക്കിയേ, തൊഴിൽ വാഗ്ദാനമോ സ്ഥാനക്കയറ്റമോ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ നോക്കിയേ, വിവാഹ വാഗ്ദാനം നൽകി അവളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാം, നിന്നെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്, വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ആ കുട്ടിയുമായിട്ട് എന്ത് ചെയ്യുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കൂടാതെ എന്ത് ചെയ്യുന്നു, പുതിയൊരു ജോലി മേടിച്ചു തരാം, നല്ല ജോലി മേടിച്ചു തരാം, അങ്ങനെ ജോലി വാഗ്ദാനം നൽകുന്നു. കൂടാതെ സ്ഥാനക്കയറ്റം, ഇപ്പോൾ ഇരിക്കുന്ന ജോലിയേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് എന്താണെന്ന് പറയുന്നു, കുറ്റകരമാണെന്ന് പറയുന്നു. അതിന് വഞ്ചനയാണ്, അല്ലേ? അതായത്
ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല, ഉറപ്പാണ്, അയാൾ അത് ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ്. അയാൾക്ക് എന്ത് നേടിയെടുക്കാൻ വേണ്ടി തന്നെ ആ കുട്ടിയുമായിട്ട് ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് നൽകുന്ന വാഗ്ദാനങ്ങൾ, അങ്ങനെ നൽകി പീഡിപ്പിക്കുന്ന, അങ്ങനെ അല്ലെങ്കിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 69. അപ്പോൾ ഓർത്തിരുന്നോണം, വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം എന്നുള്ളത്. അപ്പം വിവാഹ തട്ടിപ്പ് അവിടെ ഏതിനകത്തിൽ വരും, അത് ഇതിനകത്തിൽ വരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. വിവാഹ തട്ടിപ്പ് എപ്പോഴും നമ്മൾ വാർത്തയ്ക്കകത്ത് വരുന്നതാണ് അല്ലേ, നമ്മളെപ്പോഴും വാർത്തയ്ക്കകത്ത് കാണുന്നതാണ് വിവാഹ തട്ടിപ്പ്. കഴിഞ്ഞ ആഴ്ചയും വാർത്തയ്ക്കകത്ത് ഉണ്ടായിരുന്നല്ലോ ഈ വിവാഹ തട്ടിപ്പുകാരെ പൊക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ന്യൂസ് പേപ്പറിനകത്തിലും നമ്മുടെ TV ന്യൂസ് ചാനലിനകത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക ഈ ഒരു കാര്യം. 69. ഇനി സെക്ഷൻ 70 അടുത്ത സെക്ഷൻ 70 നോക്കിയേ. 70 എന്നുള്ള സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്യാങ് റേപ്പ് ആണ്, കൂട്ടബലാത്സംഗമാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. നിർഭയ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കുറേ വാർത്തകളൊക്കെ കണ്ടതാണ് അല്ലേ. അവരെല്ലാവരെയും നമ്മൾ കണ്ടാണ് ശിക്ഷ നൽകിയതും ഇന്ത്യയിൽ എല്ലാവരും വളരെ സന്തോഷിക്കുകയൊക്കെ ചെയ്ത ഒരു ശിക്ഷ നൽകിയ ഒരു നടപ്പാക്കലൊക്കെ ആയിരുന്നല്ലോ ഡൽഹി നിർഭയ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് കൂട്ടബലാത്സംഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന്, അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്നു, ലൈംഗികപരമായിട്ട് ബലാത്കാരമായിട്ട് അവളുടെ സമ്മതമില്ലാതെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് എന്ത് ചെയ്യുന്നു, ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഇതിനെയാണ് ഗ്യാങ് റേപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇരയാക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയുന്നു. ഈ ബലാത്സംഗം, ഈ ഗ്യാങ് റേപ്പ് നടത്തിയ പ്രതികളെ പോലീസ് പിടിച്ചു അല്ലെങ്കിൽ അകത്തായി കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും കേസ് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ വ്യക്തിയും, അതായത് ഇപ്പോൾ 10 പേര് അല്ലെങ്കിൽ 5 പേര് ചേർന്നാണ് ബലാത്സംഗം ചെയ്തതെങ്കിൽ അതിൽ ഓരോ ആൾക്കാരുടെയും കയ്യിൽ എന്ത് കൊടുക്കും, ഇവൻ ഒന്നാമത്തെ പ്രതി അയാളും ബലാത്സംഗം ചെയ്തു. എല്ലാ ആൾക്കാരും തുല്യമായിട്ടുള്ള കുറ്റം ചെയ്ത പോലെ എല്ലാ ആൾക്കാരും ഒരാൾ ബലാത്സംഗം ചെയ്തത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മറ്റുള്ള എല്ലാവർക്കും എന്ത് കിട്ടുന്നു, ശിക്ഷ ലഭിക്കുന്നു. അപ്പോൾ ഗ്യാങ് റേപ്പില് കൂട്ടബലാത്സംഗത്തിൽ പ്രതിയാവുന്ന വ്യക്തികളെ ഓരോ ആൾക്കാരെയും എന്തായിട്ട് കണക്കാക്കുന്നു, പ്രതിയായിട്ട് കണക്കാക്കുന്നു. അവർ ഓരോ ആൾക്കാരും എന്ത് ചെയ്തതായിട്ട് കണക്കാക്കുന്നു, ഈ ബലാത്സംഗം ചെയ്തതായിട്ട് കണക്കാക്കുന്നു എന്ന് ഓർത്തിരിക്കുമോ. സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ, കാര്യം കിട്ടിയല്ലോ. അപ്പം ഗ്യാങ് റേപ്പിനെ പറ്റി ഇത്രയും ഓർത്താൽ മതി. ഗ്യാങ് റേപ്പ് സെക്ഷൻ 70 ഡൽഹി നിർഭയ കേസൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. അത് കാര്യങ്ങൾ ഓർക്കുക. ഓരോ വ്യക്തിയും അല്ലെ, ഈ ചെയ്യുന്ന ഓരോ വ്യക്തിയും എന്ത് ചെയ്തതായിട്ട്, ബലാത്സംഗം ചെയ്തതായിട്ടാണ് ഈ ഒരു സെക്ഷനകത്തിൽ പരിഗണിക്കുന്നത്. അപ്പോൾ നോക്കിയോണേ, കൂട്ടബലാത്സംഗത്തിൽ പ്രതിയാകുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും കഠിന തടവും, പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം അത്രയും ജയിലിൽ കഴിയുക എന്ന രീതിയിലുള്ള ജീവപര്യന്തവും പിഴയെയും പറ്റി പ്രതിപാദിക്കുന്നു. സെക്ഷൻ ഏതിനകത്തിൽ? 71. സെക്ഷൻ 71 ഓർത്തു വെച്ചേക്കണം. സെക്ഷൻ 71 എന്താണ് പറയുന്നത്? 20 വർഷത്തിൽ കുറയാത്തതും പ്രതിയുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ള എന്ത് കിട്ടുന്നു, ജീവപര്യന്തവും. അത് എങ്ങനത്തെ ജീവപര്യന്തമാണ്? കഠിന തടവാണ്. എന്താണ്? കഠിന തടവാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. കഠിന തടവും കിട്ടുന്നു, പിഴയും കിട്ടുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ 70 ക്ലോസ് 1 71 എന്ന് ഓർത്തിരിക്കുക. 71 മറന്നുപോകല്ലേ. അപ്പോൾ പിന്നെയുണ്ട് ഇത് കൂടാതെ ഇതിന് എന്ത് കിട്ടത്തില്ല? ജാമ്യം കിട്ടത്തില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇതിനൊന്നും ജാമ്യം കിട്ടേണ്ട ആവശ്യമില്ല. നമ്മളത് ചിന്തിച്ചാൽ മതി, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നോക്കിയോണേ, പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന അത്രയും കാലം ജീവപര്യന്തവും, അതേപോലെ ജീവപര്യന്തം തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും, വളരെ പ്രധാനപ്പെട്ട കാര്യം, വധശിക്ഷയും നൽകാമെന്ന് പറയുന്ന സെക്ഷൻ 72 ഏതാണ്? 72. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡൽഹി നിർഭയ കേസിൽ ആ പ്രതികളെ എല്ലാം തൂക്കിക്കൊല്ലുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ആ പ്രതികൾക്കെല്ലാം വധശിക്ഷയാണ് നൽകിയത്. അപ്പോൾ ഏതായിരിക്കും ആ സെക്ഷൻ? 72. ഗ്യാങ് റേപ്പിൽ ഏർപ്പെട്ട ഒരാൾക്ക് എന്ത് ലഭിക്കാവുന്നു? മരണശിക്ഷ വരെ ലഭിക്കുന്നു, വധശിക്ഷ വരെ ലഭിക്കുന്നതുമായിട്ടുള്ള സെക്ഷൻ ഏതാണ്? 72. കാരണം നമുക്കറിയാം, ആ പെൺകുട്ടി എന്ത് ചെയ്തിരുന്നു? മരിച്ചുപോയ സാഹചര്യത്തിൽ എന്ത് കൊടുക്കും പ്രതികൾക്ക്? വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് നൽകി? വധശിക്ഷ നൽകുകയും വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നോക്കിയേ, ഗ്യാങ് റേപ്പിന് നടത്തുന്ന ആൾക്കാരെ, ഗ്യാങ് റേപ്പ് നടത്തുന്ന, കൂട്ടബലാത്സംഗം നടത്തുന്ന പ്രതികൾക്ക്
സെക്ഷൻ 72 പ്രകാരം എന്ത് നൽകാവുന്നതാണ്? 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ, അതായത് 20 വർഷത്തിൽ കുറയാത്തതും പിന്നെ എന്താണ് ജീവപര്യന്തം എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതുമായിട്ടുള്ള കഠിന തടവും പിഴയും, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അവൻ എന്തും കൊടുക്കുന്നു വധശിക്ഷയും നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 72. ഓർത്തു വെച്ച് പഠിച്ചോണം കേട്ടോ, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഡൽഹി നിർഭയ കേസ്, അതിന് കിട്ടിയ അവന്മാരെ എത്രയാണത് തൂക്കിക്കൊന്ന ആംബുലൻസ് ഒക്കെ വെളിയിലേക്ക് പോകുന്ന നിങ്ങൾ കണ്ടായിരുന്നു ജയിലിൽ നിന്ന് അല്ലേ, വെളുപ്പിന് തന്നെ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. അത് ഏതുമായിട്ട് ഓർത്തിരുന്നോണം, സെക്ഷൻ 72 ഓർത്തിരുന്നോണം. കിട്ടുന്നുണ്ടല്ലോ, കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഞാൻ ആ തുടക്കം പറഞ്ഞതിലോട്ട് ഒന്നുകൂടെ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് ചെയ്തോളൂ, നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന രീതിയിലുള്ള കൊണ്ടുവരിക. സെക്ഷൻ 71 പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സെക്ഷൻസ് പഠിച്ചില്ലേ, ആദ്യത്തെ കുറച്ച് സെക്ഷൻസ് ഈ കുറ്റവാളികൾ ബലാത്സംഗവും അതേപോലെ തന്നെ പിന്നെ കുറെ കാര്യങ്ങൾ 18, 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി, 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി, ഇങ്ങനത്തുള്ള കുറെ നമ്മൾ പഠിച്ചല്ലോ തുടക്കത്തിൽ. ആ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അതിന് ശിക്ഷ കിട്ടിയ ആൾക്കാർ വീണ്ടും വെളിയിലിറങ്ങിയിട്ട് ഇതേ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രതികൾക്ക്, അങ്ങനെയുള്ളവന്മാർക്ക് പറയുന്ന വകുപ്പ് ശിക്ഷ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ അകത്താക്കുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ 71. ഓർത്തിരുന്നോണം, സെക്ഷൻ 71 എന്താണ്? കുറ്റം ആവർത്തിക്കുന്ന ആൾക്കാര്. ആ നോക്കിയേ, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 70 എന്നീ വകുപ്പുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് വെളിയിലിറങ്ങുന്ന ആൾക്കാര്, അവന്മാരെ വീണ്ടും എന്ത് ചെയ്യുന്നു? കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷ സെക്ഷൻ ഏതാണ്? 71. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശിക്ഷ എന്താണ്? കുറ്റം ആവർത്തിക്കുന്ന പ്രതിക്ക് കിട്ടുന്ന ശിക്ഷ പ്രതിയുടെ ജീവിതകാലം മുഴുവൻ. ഇനി ഇവനെ എന്ത് ചെയ്യാൻ പാടില്ല? വെളിയിൽ ഇറക്കി വിടാൻ പാടുണ്ടോ? ഇവനെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്? വീണ്ടും കുറ്റം ആവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളവനെ പിന്നെ ഒരിക്കലും വെളിയിൽ ഇറക്കി വിടാൻ പാടില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ജീവപര്യന്ത തടവും, അല്ലെങ്കിൽ എന്ത് കിട്ടുന്നു? വധശിക്ഷയോ ലഭിക്കുന്നു. ഇവിടുത്തെ ഭാരമാണ്, ഇവൻ ഇറങ്ങി കഴിഞ്ഞാൽ നാശമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ എന്തും ലഭിക്കുന്നു? വധശിക്ഷയും ലഭിക്കുന്നു. കൂടാതെ ഇത് എന്ത് കിട്ടത്തില്ല? ജാമ്യം കിട്ടുന്ന കേസേ ആയിരിക്കത്തില്ല. അത് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുമല്ലോ. കാരണം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നക്കാരാണ്. അതുകൊണ്ട് ഇവന് ജാമ്യം ലഭിക്കത്തില്ല. വിചാരണ കഴിയും വരെ അവൻ അകത്ത് കടന്നോളാം. വിചാരണ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് കിട്ടുന്നത്? ശിക്ഷ കിട്ടുന്നത്. അതെന്തായിരിക്കും? ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും? വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്ന് നമ്മൾ ഓർത്തിരുന്നോണം. അടുത്ത നമുക്ക് നോക്കാം എന്താണെന്ന്. സെക്ഷൻ 72 ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൈൻ ഒഫൻഡേഴ്സ്. കുറ്റങ്ങൾക്കിരയായ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത്. നമ്മളിത് പോക്സോ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതേപോലെ ഇവിടെയും എന്താണ്? കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പേര് വിവരങ്ങൾ, അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നത്? പുറത്തുവിടുന്നതിനെ പറ്റി കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 72 എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം, ഒരു ഇരയായ സ്ത്രീയുടെ വിവരങ്ങൾ. അതുകൊണ്ടല്ലേ ഡൽഹി നിർഭയ കേസ് എന്ന് തന്നെ ഇട്ടിരുന്നത്, ഓർമ്മയുണ്ടല്ലോ? ആ പെൺകുട്ടിയുടെ പേര് പുറത്തുവിടാൻ, അല്ലെങ്കിൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ സാധ്യമല്ലാത്ത കാലത്ത് അത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. അപ്പോൾ പലയിടത്തും ഇതെന്ത് ചെയ്തില്ല? പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 72. നോക്കിയേ, ബലാത്സംഗത്തിനോ കൂട്ടബലാത്സംഗത്തിനോ ഇരയായ ആളുടെ പേരോ മറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യമോ പുറത്തുവിടാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. സ്ഥലം ഏതാണ്? വീട് എവിടെയാണ്? എവിടെ കോളേജിൽ പഠിക്കും? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആരാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തുവിടാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന നമ്മുടെ BNS വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 72. കിട്ടിയല്ലോ, കാര്യങ്ങൾ കിട്ടിയല്ലോ. സംഭവം മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് നാൾ മുമ്പേ നമ്മുടെ കൂട്ടബല സംഘത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ചെന്നൈയിലും അങ്ങ് കൽക്കട്ടയിലും ഒക്കെ നമ്മൾ വലിയ രീതിയിൽ കോളുകളൊക്കെ സൃഷ്ടിച്ച കേസുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇരയാകുന്ന ആളിന്റെ, സ്ത്രീയുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 72. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നോക്കിയേ, എന്താണ്? നോക്കിയേ, ഇരയുടെ അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അനുവാദമില്ലാതെയോ എന്ത് ചെയ്യുന്നു? ഈ ഇരയുടെ പേര് വിവരങ്ങൾ, അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന ശിക്ഷയെ പറ്റി BNS പറയുന്നു. എത്രയാണ്? അപ്പൊ നോക്കിയേ, 2 വർഷം വരെ തടവിനോ കൂടാതെ എന്തിനും ലഭിക്കുന്നു? പിഴ ശിക്ഷയും ലഭിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എത്ര വർഷമാണ്? 2 വർഷമായപ്പോൾ ഐഡന്റിറ്റി പുറത്തുവിടുന്നത്. അപ്പോൾ അവർ ആരുടെ അനുവാദമില്ലാതെ ഐഡന്റിറ്റി പുറത്തുവിടുന്നത് ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 72 എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരുന്നോളാം.
ആ 72-ൽ പറയുന്നത് ഇതാണ്: വിക്ടിമിന്റെ ഇരയുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല. കുറ്റത്തിന് ഇരയായ ആളുടെ അനുവാദത്തോടു കൂടി പേരുവിവരങ്ങൾ പുറത്തുവിടാവുന്നതാണ്. കൂടാതെ ഇര പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബന്ധുക്കളുടെയും, അതോർത്ത് വെച്ചോണം, എന്ത് ചെയ്യാവുന്നതാണ്, ആ ഇരയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം, പുറത്തുവിടാം. പേരുവിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിടാം. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരുടെ അനുവാദത്തോടു കൂടി, ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, ഈ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുന്നതാണ്. അതെന്തല്ല, അത് കുറ്റകരമല്ല എന്നും ഇതിനകത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത നോക്കിയേ, സെക്ഷൻ 74. സെക്ഷൻ 74ലേക്ക് നമ്മൾ ചെല്ലുകയാണ്. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം അല്ലെങ്കിൽ ബലപ്രയോഗം. സ്ത്രീകളെ എന്ത് ചെയ്യണം, മാനഭംഗപ്പെടുത്തണമെന്ന് ലക്ഷ്യത്തോടു കൂടി, അത് തീരുമാനിച്ചു വന്നേക്കുവാണ്. ലക്ഷ്യത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ ബലപ്രയോഗങ്ങൾ. നോക്കി, ഒരു വ്യക്തി സ്ത്രീയുടെ മേൽ അതിക്രമം നടത്തുകയോ കയ്യേറ്റം നടത്തുകയോ വഴി ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തുമെന്ന് അറിഞ്ഞുകൊണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നത് സെക്ഷൻ 74-ൽ വരുന്നു. നോക്കിയേ, സംഭവം അറിഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മാനഭംഗപ്പെടുമെന്ന് അല്ലെ സംഭവം. അതിന്റെ ഒരു സ്ത്രീയുടെ എന്താണ് മാനം, ആ മാനം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഡ്രസ്സ് വലിച്ചു കീറുകയാണ്. ആ ഡ്രസ്സ് വലിച്ചു കീറുന്ന സമയത്ത് ആ സ്ത്രീയുടെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്ത് സംഭവിക്കും, ആ സ്ത്രീ നാണം കെടും അല്ലെ. ആ നാണം കെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ മാനത്തിന് ഭംഗം വരുന്നതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ സെക്ഷനകത്തിൽ പറയുന്നത് 74-ൽ പറയുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നോക്കിയേ, സെക്ഷൻ 74 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ലഭിക്കാവുന്നതുമായ തടവായിരിക്കും. കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നു. ഇങ്ങനെ പൊതുസമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് എന്ത് ചെയ്യുന്നു, ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും ശിക്ഷ കിട്ടുന്നത്? 1 വർഷം മുതൽ എത്ര വർഷം വരെയാണ് കിട്ടുന്നത്? 5 വർഷം വരെയുള്ള തടവും പിഴയും ലഭിക്കുന്നു. 1 വർഷത്തിൽ കുറയാത്തെന്ന് പറഞ്ഞാൽ 1 വർഷം മുതൽ മുകളിലേക്ക് 5 വർഷം വരെ എന്ത് കിട്ടുന്നുണ്ട്, ശിക്ഷ കിട്ടുന്നതായിട്ടുള്ള വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 74 എന്ന് പറയുന്നത്. ഈ പ്രതിക്ക് എന്ത് കിട്ടുന്നതല്ല, ജാമ്യം കിട്ടുന്നതല്ല. കാരണം ഇയാൾ വെളി ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ രീതികളൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇയാൾക്ക് എന്ത് നൽകുന്നതല്ല, ജാമ്യം നൽകുന്നതുമല്ല എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഇനി സെക്ഷൻ 75 നമുക്ക് നോക്കാം. സെക്ഷൻ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക പീഡനമാണ്. എന്താണ് ലൈംഗിക പീഡനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയേ, ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്കെതിരായി ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയോ സ്പർശനങ്ങൾ നടത്തുകയോ പരാമർശങ്ങൾ നടത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ, പരാമർശങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുമ്പോൾ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും, ലൈംഗിക പീഡനം എന്ന് പറയാൻ പറ്റും. ഒരു സ്ത്രീ കാണണമെന്ന് ഉദ്ദേശത്തോടു കൂടി വൃത്തികേടുള്ള എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിക്കുക, വല്ല ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ ചില പരാമർശങ്ങൾ, അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് എന്തിന് ഇതായിട്ട് നമുക്ക് പറയാം, ലൈംഗിക പീഡനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ആംഗ്യങ്ങളോ, അവർ കാണണം, ഒരു സ്ത്രീയെ കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ആംഗ്യങ്ങൾ, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ, ചില കാര്യങ്ങൾ പറയുകയാണ്, അവരെ അപമാനിക്കണം, അല്ലെങ്കിൽ ഇത് അവർ കേൾക്കണം എന്നുള്ള രീതിയിൽ ചില വാക്കുകൾ, ചില ഭാഷകൾ ഉപയോഗിക്കുക. ഇവയൊക്കെ എന്തിന് കീഴിൽ വരുന്നതാണ്, ലൈംഗിക പീഡനത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ലൈംഗിക പീഡനം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു സെക്ഷൻ ആണല്ലോ ഈ ലൈംഗിക പീഡനം. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ പഠിച്ചു വരികയാണ്. നമുക്ക് ഇന്ന് ലൈംഗിക പീഡനം വരെയാണ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് നന്നായിട്ട് ഫോളോ ചെയ്ത് പോകുക. ഞാൻ പറഞ്ഞ ആ രീതി നിങ്ങൾ മറക്കരുത്. എന്താണ്, നമ്മൾ സ്വന്തമായിട്ടും എല്ലാം പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന ബുക്കിനകത്തിൽ നിന്നും കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ സ്വയമായിട്ട് കൂടെ മനസ്സിലാക്കി തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിച്ച് അതിനെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരിലേക്കും എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ പരീക്ഷയുടെ തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തും കിട്ടും, പ്രൊവിഷനും എല്ലാം നമ്മൾ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത BNSന്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അത്രയും നേരം നിങ്ങൾ നന്നായിട്ട് ഇതെല്ലാം പഠിച്ച് കവർ ചെയ്ത് റിവിഷൻ തന്നെ ചെയ്ത് പോവുക. നോട്ട് നിങ്ങൾ സ്വയം കൂടി പ്രിപ്പയർ ചെയ്യുക. ബുക്കൊക്കെ കാണും, നിങ്ങൾ മേടിച്ചൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ എന്തുകൂടെ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൂടെ പ്രിപ്പയർ ചെയ്യുക, നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ബുക്ക് വാങ്ങുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെക്ഷൻസ് എഴുതി വെച്ചിട്ട് അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ സ്വയമായിട്ട് രീതിയിൽ നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.